ഇപ്പോൾ രാത്രി ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു 10 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. നേപ്പാളിൽ ഈ പെവാ ലേക്കിൻ്റെ സൈഡിലൂടെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറേ ഷോപ്പുകളാണ്. നമ്മൾ ഈ കൊടൈക്കനാലിലൊക്കെ പോയാലുണ്ടാവില്ലേ, അതുപോലത്തെ കൈൻഡ് ഓഫ് ഷോപ്പുകളാണ്. പക്ഷേ ഡ്രസ്സൊക്കെ രസമുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഒരു സൈഡിലേക്കും മറ്റേ സൈഡിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഷോപ്പിംഗ് ഏരിയ ആണ്, ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ്. ആണോ, നല്ല അടിപൊളി ഷോള് കേട്ടോ. നമ്മുടെ കഴുത്തിനൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മഫ്ലർ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കരകൗശല വസ്തുക്കൾ. എടാ ബീർ ഇരിക്കുന്നുണ്ടാ, ഇതാണ്ട ഇത് ലിക്കർ ഷോപ്പാ. ഇതെല്ലാം ഉണ്ട്. ഇത് സാധാ സൂപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ, പക്ഷെ എല്ലാ സാധനവും കിട്ടും കേട്ടോ. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത്. ഇപ്പൊ ഇവിടെ കേറിയിട്ട് എന്തെങ്കിലും കിട്ടുക നോക്കാം. അത് കണ്ട ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഈ ഷെൽഫിലേക്ക് നോക്കിയേ, വാവ്, ഗോർഖ ഫിൽസ്നർ. ഇത് ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ സാധനങ്ങളായിരിക്കാം ഇതെല്ലാം. കണ്ടോണ്ടൊക്കെ വാങ്ങിച്ചേ റൂമിൽ പോയി സമാധാനമായിട്ട് ഇരുന്ന് അടിക്കുക. അതുകൊണ്ട് അത് വോഡ്ക കേട്ടോ. വോഡ്കയുണ്ട്, വൈനുണ്ട്. വാവ്, ദേ ബ്ലാക്ക് ലേബൽ, ഡബിൾ ബ്ലാക്ക് എല്ലാം ഉണ്ട്. ആണാ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സാധാ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. പക്ഷെ സാധാ സൂപ്പർ മാർക്കറ്റിലെ ഒരു സെക്ഷൻ കണ്ട ചെറിയൊരു ഗ്രോസറി ഷോപ്പ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല. യൂറോപ്പിലൊക്കെ പോയിട്ട് പല ആൾക്കാരും ഇടുന്നത് കണ്ടിട്ടുണ്ട്. യൂറോപ്പിലൊന്നും പോകണ്ട, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 2 അടി വെച്ച് നേപ്പാളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഭയങ്കര തിരക്കോ, ആൾക്കാർ ഇത് വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുക, അങ്ങനെ ഒന്നുമില്ല. പൊളി. കോലാപ്പൂരി ചെരുപ്പല്ലേ, അതുപോലത്തെ ചെരുപ്പാട്ടോ അതൊക്കെ. നല്ല അടിപൊളി സ്വെറ്റർ ഉണ്ട് കേട്ടോ. വെറൈറ്റി ലുക്കിലുള്ള കിടുക്കാച്ചി സാധനങ്ങൾ, കുട്ടികൾക്ക് പറ്റുന്ന സാധനം കണ്ടോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. സെയില് 2000 ഡിവൈഡഡ് ബൈ 1.5 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. യഥാർത്ഥത്തിൽ എത്ര റേറ്റാണ് വരിക എന്നുള്ളത് കിട്ടും. അതാണ്ടോ, നിങ്ങൾക്ക് ഒന്ന് കൺവേർഷനിലേക്ക് വരുന്ന സമയത്ത് റേറ്റിൽ അതിഭീകര വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ കൂടെ ഒരു നമുക്ക് എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. വേണമെങ്കിൽ ഒന്ന് കയറി റേറ്റ് നോക്കട്ടെ പോയി. ഇവിടെ ഏതായാലും ഇഷ്ടമായ 1250. എത്രടാ, എത്ര പറഞ്ഞേ? 7000. Oh my god, നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. 150 രൂപയ്ക്ക് പാൻറ് വാങ്ങി തരുമോ? ഇതൊക്കെ മിക്കവാറും ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്നതായിരിക്കും. ഗോർഖ നൈഫ് മെയ്ഡ് ഇൻ നേപ്പാൾ. ഫുൾ കത്തികൾ, ഗോർഖ നൈഫ്. $100% പ്യുവർ ഹാൻഡ് മെയ്ഡ്. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താണ് ഇത്? ക്രിസ്റ്റലോ? ഇത് ഒറിജിനൽ ഡയമണ്ട് വല്ലതുമാണോ? ഇത് കല്ല് വെട്ടിയെടുത്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. ഇത് വേറെന്തോ ക്രിസ്റ്റലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനൊരു പേര് പറഞ്ഞല്ലോടാ നീ. ഇതിന് ഇതെന്തായിരുന്നു? സാണഗ്രാം. ഇതെന്താ സാധനം?
ഓ പുഴയെന്നുള്ള കല്ലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് നല്ല വെറൈറ്റി ഷോപ്പ് കേട്ടോ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ, ഇങ്ങനെ നേരിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. അല്ലാതെ ഈ ബെല്ലി ഡാൻസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇതിട്ട് കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ. നേരിട്ട് ഞാൻ ഇതുവരെ ബെല്ലി ഡാൻസ് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ ഇതെല്ലാം രസമുണ്ടോ കേട്ടോ കാണാൻ. നൈസ്. ഇതൊക്കെ ഇവിടെ ചെവിയില് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടത്തെ ആൾക്കാര് ചെവിയിലിട്ട് നടക്കുന്നതും കണ്ടിട്ടുണ്ട്. നൈസ്. ഈ ഷൂ നോക്കിയേ, ഇത് ഫുൾ വൂളിന്റെ ഒരു സാധനം കേട്ടോ. അത് പൂവേ രാവിലെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വീട്ടില് നല്ല ബെഡ് മറ്റേ റൂമിലൊക്കെ ഇടുന്ന ആ ടൈപ്പ് സാധനമാണിത്. നല്ല രസമുണ്ട് കേട്ടാ. 100% യാക്ക് വൂൾ. യാക്കിന്റെ രോമം വെച്ചിട്ടുണ്ടാക്കിയതാണ്. പക്ഷെ യാക്കിന്റെ രോമത്തിന് എങ്ങനെ കളർ വരിക? കളർ ആഡ് ചെയ്യുന്നതാണ്. കൊള്ളാം. ബിബിക്യൂ ഇത് തട്ടുകടയാണോ? ആണോ? തട്ടുകടയിൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എത്രയാടാ റേറ്റ് വരുന്നത് സാധനങ്ങൾക്ക്? മറ്റേ സാധനല്ലേ ഫുഡ്. വൈൻ എത്രയാ? 1000? എത്ര ഇത്? 1000 അല്ലേ? 1000 സാലഡ്, 300 പിസ്സ. കൊള്ളാല്ലേ? അത് വേറെ എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ വന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്ക്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറെ സാധനം. ഫ്രൂട്ട്സ് കട കേട്ടത്. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? എന്തൊരു വൃത്തിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. ഈ മാർക്കറ്റിനോട് വളരെ എന്താ പറയുക ബ്ലെൻഡായി നിൽക്കുന്ന രീതിയിലാണ് ഫ്രൂട്ട്സ് കടയുള്ളത്. ഏസ്തെറ്റിക്കലി എല്ലാ സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ട്, വലിച്ചു വാരി ഇടാണ്ട്. ആണ് ഒരു ഫ്ലവറൊക്കെ വെച്ച് പുള്ളി അതിനെ അടിപൊളിയാക്കി മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിലും ചെയ്യാൻ. അത് നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ കണ്ടതാണ്. ഇത് കണ്ടോ? കണ്ടിട്ട് ഇത് ഒറിജിനൽ തോലാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കുള്ള തോല് കൊണ്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നു. ആണ് അതിൻ്റെ ഒരു തോലിൻ്റെ ഒരു റഫ്നെസ് ഉണ്ടല്ലോ അത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് റെക്സിനായിരിക്കും മിക്കവാറും. പക്ഷെ ഇതിൻ്റെ ഒരു റഫ്നെസ് ഉണ്ടോ, ഭയങ്കര കട്ടി, ഭയങ്കര അത് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാം കേട്ടോ. അത്രയും അധികം സോഫ്റ്റ് ഒന്നും അല്ല. പക്ഷേ കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ തോലുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളെ ഞാൻ കാണുന്നത്. ഓ നൈസ്. ആണ് ആ പഴയ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ ഒക്കെ സിനിമയല്ലേ, അതിനകത്ത് ഞാൻ ഇത്തരം സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. നേപ്പാളിൽ വന്നപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ. വേറെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ റിപ്പീറ്റഡ് ഐറ്റംസ് മാത്രമാണ്. അതുകൊണ്ടാണ് അധികം കാണിക്കാത്തത്. ബ്ലാക്ക് ഇതൊക്കെ എന്തിൻ്റെ തോലാണോ എന്തോ. ആ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ വന്നപ്പോൾ കണ്ടാണ് കുറേ കല്ലുകൾ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചില്ല. മെറ്റലാണത്. എന്തേലും മിനറലുള്ള ഏതെങ്കിലും കല്ലായിരിക്കും. അതിലൊക്കെ ഒരു ബ്ലൂ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ കൗതുകമുള്ളൊരു കാര്യം. ഇവിടെ ഫുള്ള് ഈ ഇതുപോലത്തെ മിനറലൊക്കെ ഉള്ള കൈൻഡ് ഓഫ് കല്ലുകളൊക്കെ ഉണ്ട്. ചിലത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വാക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് ദൈവത്തിന് അറിയുകയും ചെയ്യാം. സെലക്ട് യുവർ ലിവർ കില്ലർ ഫോർ ടു നൈറ്റ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പെട്ടിക്കടല്ലേ, അതേപോലെ ഒരു ബാറിൻ്റെ സൈഡിലുള്ള ചെറിയ ഷോർട്സ് ബാറാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഓരോ ഷോർട്സ് ഒക്കെ അടിച്ച് നല്ല വൈബിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലം. പക്ഷെ ഇതിന് മേലെ നല്ല കിഡ്ലൻ സ്പേസ് വേറെ ഉണ്ട്. ഇത് നേപ്പാളിലെ ഒരു സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിലാണ് ഇങ്ങനെ ഈ ബാർ ഉള്ളത്. ഇവിടെ കുറേ ഫുഡ്, അതേപോലെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അതേപോലെ കുറേ സുവനീർ സാധനങ്ങളൊക്കെ വാങ്ങുന്ന പറ്റുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ടതാണ് ഇങ്ങനെ സ്ഥലം. അടിപൊളി സ്ഥലം. അപ്പോൾ ഈ സ്ട്രീറ്റ് നോക്കിയാൽ അടിപൊളി സ്ട്രീറ്റ്. നമ്മുടെ ആ ഒരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്തുന്നത് ഇങ്ങനെ സാധാരണ നേപ്പാളീസ് എല്ലാം വരുന്ന ഒരു നോർമൽ സ്ട്രീറ്റാണിത്. ഇവിടെ ബാറും അതേപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റും പിന്നെ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നേപ്പാളിലെ കൊക്കക്കോള സ്ട്രീറ്റ്. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് കേട്ടോ ഇത് കണ്ടത്. കംപ്ലീറ്റ് കൊക്കക്കോളയുടെ എന്താ പറയുക കുടകൾ വെച്ചേക്കും ഒരു സ്ട്രീറ്റ് മൊത്തം. അത് ദൂരെ വരെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നേപ്പാളിൽ കടലില്ലല്ലോ, പക്ഷെ അവിടെ കടലില്ലെങ്കിലും നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. അതേപോലെ ചിക്കൻ കബാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതെനിക്ക് തോന്നുന്നു രോഹോ കട്ട്ലേ അങ്ങനെ എന്തോ സാധനമാണ്, മസാല വെച്ച് വെച്ചേക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് മത്തിയോ പരലോ എന്തോ സാധനമാണ്. ചെമ്മീനുണ്ട്, വലിയ ചെമ്മീനുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ട്. അങ്ങനെ ഈ രണ്ട് കടകൾ ഫുൾ ഫിഷാണ് മൊത്തത്തിൽ വെച്ചേക്കുന്നത്.
നല്ല രസമുണ്ട് കാണാൻ. ചെറിയ അടുപ്പിൽ പുള്ളി ഇങ്ങനെ ചുട്ടോണ്ടിരിക്കണുണ്ടോ, കനലിങ്ങനെ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് പുള്ളി ചെറിയൊരു അടുപ്പില്. എന്തല്ലേ